കണ്ടു, വലിയ ഡോക്ടറെ അടുത്ത് വെച്ച് കണ്ടു. അത് വലുതാകാതിരിക്കട്ടെ, വലുതായാൽ അത് ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ അതിനെ കൊല്ലും. ഓ അയ്യോ അയ്യോ അയ്യോ, വേണ്ട വേണ്ട. മജിസ്ട്രേറ്റ് അവരെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. കൃത്യമായൊരു പോലീസ് കേസ്. രോഗിയെ അഡ്മിറ്റ് ചെയ്തു. ബട്ട് ഈ ന്യൂ ബോൺ നമ്മൾ എന്ത് ചെയ്യും? സർ, നിയമം അറിയാം, നിയമം നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ നിയമം മാത്രം നോക്കിയാൽ മതിയോ? മനുഷ്യത്വം തോന്നില്ലേ ഭ്രാന്താശുപത്രിയിൽ? സർ, നമ്മൾ മനുഷ്യത്വമൊക്കെ പറഞ്ഞിരുന്ന ഈ ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. രേഖയില്ലാത്തൊരു അഡ്മിഷൻ. ഈ കുട്ടി ആര് അഡ്മിറ്റ് ചെയ്തു? എന്തിന്? സർ, ഞാൻ പറയുന്നത് ഇതൊരു കീഴ്വഴക്കമായാൽ എല്ലാ രോഗികൾക്കും മക്കളും അമ്മമാരും ഒക്കെ ഉണ്ടാവും. അവര് സിസ്റ്റർ, അവരാ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ടോ? സർ, അതിന് പെറ്റതാണെന്ന് ഒരു വിചാരവും ഇല്ല. ചിലപ്പോ പ്രസവത്തോടെ മനോനില തെറ്റുന്നതും ചിലപ്പോ സമനില തിരിച്ചു കിട്ടുന്നതും ഉണ്ട്. സിസ്റ്റർ, ഒരു ഫീഡിംഗ് ബോട്ടിൽ വാങ്ങാൻ പറയും. ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് പാൽ. ശരി സർ. എന്താ ഇത്ര കാണാൻ? അവിടെ നീങ്ങിന്നേ. Look here. Must be clean. നിപ്പിള് നന്നായിട്ട് കഴുകിയിട്ടില്ലേ? Take care. Cleanliness is God. ഡോക്ടർ, ഞാൻ You are right. And it's clean. ബിന്ദു കുഞ്ഞിനെ കൊടുത്തേ. How is she? She's okay. കില്ലേരി. ഡോക്ടർ, ഇതാ ഇവിടെ ആകെ ഉണ്ടാക്കുന്ന ശബ്ദം. എന്തോ കില്ലേരി. കില്ലേരിയോ? ഇതെന്ത് ഭാഷയാ? എന്താണെന്നറിയില്ല. ചിലപ്പോ ഭാഷ തന്നെ ആവണമെന്നില്ല. Some unknown sound. ഒന്ന് കുളിച്ച് ശുദ്ധമാവാൻ വേറൊന്നും വേണ്ട. മനുഷ്യനായ ശുദ്ധമാവണ്ടേ? ശുദ്ധമാവാൻ അകവും പുറവും ശുദ്ധമാവാതെ ശുദ്ധിയുള്ള ഒരെണ്ണമില്ല ഈ ലോകത്ത്. ഈ ലോകം തന്നെ. മതി എത്ര നേരെ കുളിച്ചുടിച്ച് തേഞ്ഞു പോയല്ല. മതി നമ്പീശ. നിങ്ങൾക്കറിയില്ല, ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ. ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ. പറയണ കേട്ടില്ല, ഞാൻ ലോനപ്പേട്ടനെ വിളിക്കും. ഈ യോഗം അല്ലാതെ എന്താ പറയാ? കുട്ടിയില് കുളിക്കാത്തതൊരു തല്ലുകൊണ്ട് ഇപ്പൊ കുളിച്ചത്. ലോനപ്പേട്ട ഒന്നും വന്നേ. എവിടെ ഒരാളുടെ കുളി കഴിയുന്നില്ല. ഇവന്റെ കുളി നിന്റെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ലടാ. നിന്റെ ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. ഇതിന് നിക്കണോ നമ്പീശ? ഈ കുളി നിർത്തിയാ നമ്പീശന് വീട്ടിൽ പോവാ. എനിക്ക് ആ വീട് പുഷ്പകം. അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. ഡോക്ടർ ഇന്നെന്താ പുതിയ കണ്ടുപിടുത്തം? കണ്ടുപിടിക്കാൻ ഒന്നും കാണുന്നില്ല. ആകാശത്താണ് അത്ഭുതങ്ങൾ.
ആകാശത്തിന്റെ അനന്തതയിൽ 40,000 കോടി തേജോഗോളങ്ങൾ. മനസ്സിലായോ? മനസ്സിലാവില്ല. ലോകം ഉണ്ടായ മുതൽ മനുഷ്യ ശരീരം ഇതേ വിധമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാനാവാത്ത നിങ്ങൾ എന്താ അംബീഷ, ഹൗ ആർ യു? ഫൈൻ ഡോക്ടർ. പക്ഷെ അതൊരു ഭംഗിവാക്ക് മാത്ര. മനുഷ്യനൊന്ന് കുളിക്കാൻ കൂടി കുറ്റമല്ല വിവേകാനന്ദൻ പറഞ്ഞത്. ഇതൊരു ഭ്രാന്താലയ. നേരെയാക്കാം. ഡോക്ടർ ദേ നോക്കിയേ, ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലൂന. അതാണ് പ്രതിഭയുടെയും ഭ്രാന്തിന്റെയും മണ്ഡലം. പ്ലീസ് ഡോക്ടർ, ആ കൈയൊന്ന് കാണിച്ചേ. ഞാൻ കൃത്യമായിട്ട് ഫലം പറയാം. പക്ഷേ എന്റെ പ്രവചനത്തിന്റെ ശക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഹാലോ പെരിഡോൾ കൊടുക്കുന്നില്ലേ? ചന്ദ്ര സാർ വേണ്ടാന്ന്. കണ്ടിന്യൂ ദാറ്റ്. ശരി സാർ. പുതിയ കവിത. അത് കവിത വനിതാ ചൈവ സ്വയം ആഗതാവര എന്നാണ് സംസ്കൃതം. കവിതയും വനിതയും തനിയെ വരണം, എന്നാലേ നന്നാവൂ. ഡോക്ടർ, താങ്കളുടെ ഈ ജൂനിയേഴ്സ് ഇല്ലേ, ഒന്നും അത്ര ശരിയല്ല. എല്ലാം പരിഹരിക്കാം. പുതിയ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. എപ്പോഴെങ്ങനാ? നോക്ക് നോക്ക്, ഇവിടെ നോക്ക്.